ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ ബൈക്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റിക്കർ ഏതെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പഴക്കം ചെന്ന് കഴിഞ്ഞാൽ അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പം അഥവാ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആ ഗമ്മ് അവിടെ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് എത്ര ഹാർഡിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാലും സ്ക്രാച്ച് വരെ ആവുന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും റിമൂവ് ആവണമെന്നും ഇല്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയത് ഡീസൽ യൂസ് ചെയ്തു. മെയിനായിട്ട് ഡീസൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷെ അത് ഡീസലിൽ പോലും അത് പോകുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത സാധനം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. WD-40 ആണ് ആ കെമിക്കലിൻ്റെ പേര് വരുന്നത്. അത് മെയിനായിട്ട് ഇതിന് മാത്രമല്ല, കറ കളയാം, അതുപോലെ തന്നെ മെറ്റലൊക്കെ ഉണ്ടാകുന്ന കൊറോഷൻ, തുരുമ്പ് കളയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണത്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഇപ്പോൾ തിന്നറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പെയിൻറ്റ്, ലാമിനേഷൻ, കോട്ടിങ്ങിനൊക്കെ ബാധിക്കും. അപ്പോൾ കളർ ഫെയ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ഹാർഡ് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, ക്ഷമയോടുകൂടി അത് ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട പോലെ ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഏതാണ് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ആ ഫുൾ ഏരിയ കവർ ചെയ്യാതെ പോയിൻ്റ് ബൈ പോയിൻ്റ്, അതായത് ഓരോ ഏരിയ പോയിൻ്റ് വെച്ചിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നല്ല ഹാർഡായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫിംഗറിൻ്റെ വിരലിൻ്റെ ആ ഒരു എൻഡ് വെച്ചിട്ട് കുറച്ച് ആ ഒരു കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ നോർമൽ ഫാബ്രിക്കോ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. ആ സ്ക്രബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ചെറുങ്ങനെ പതിയെ പോകുന്നതാണ്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഫുൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ട് പെട്ടെന്ന് ഇളകി പോരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി അത് റിമൂവ് ആയതിന് ശേഷം ഉള്ള ആ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അത്രത്തോളം മാറ്റമുണ്ട്. ഒരൊറ്റ ഗമ്മിൻ്റെ ആ ഒരു പൊടി പോലും ബാക്കി അതിൽ കാണുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ നിങ്ങൾക്കിപ്പം റൈറ്റ് സൈഡിൽ വ്യൂ കാണാൻ പറ്റും. അത് ബിഫോർ വ്യൂ ആണ്. എങ്ങനെയാണ് ഉണ്ടായത്, ഇപ്പോൾ അത് എങ്ങനെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ എഫക്റ്റീവാണ് WD-40. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.